അപ്പോൾ ഇന്നത്തെ നോം സീരീസ് എന്താണെന്ന് കാണാം. എഗ് പപ്സ് ആണ് കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള എഗ് പപ്സ് ആണ്. അതും നമുക്ക് എയർ ഫ്രയർ വെച്ചിട്ടും ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പാനിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം. അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ 2 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മസാല നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഉള്ളി ഇട്ടിട്ട് ഉള്ളി വഴറ്റി കൊടുക്കുക. നല്ലോണം ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായാൽ മതി. എന്നാൽ മാത്രമേ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടിടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇറച്ചി മസാല ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ചേർക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. ഇനി നമുക്ക് നമുക്ക് പപ്സിൻ്റെ ഷീറ്റ് എടുക്കുക. ഇതേപോലെ ഷീറ്റ് എടുക്കുക. ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. മസാല വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടനെ നേരെ ഹാഫാക്കിയിട്ട് കട്ട് ചെയ്യുക. നേരെ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ മുട്ട വെച്ച് കൊടുക്കുക. എന്തായാലും ഈ മസാല ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പപ്സ് ചുട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 4-5 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ആ ഷീറ്റിലൊക്കെ നമുക്ക് ഇതേപോലെ എല്ലാം നിരത്തി വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പപ്സിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ പറ്റും. ബേക്കറിയൊക്കെ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ മസാല വെച്ച് കൊടുക്കുക. ശേഷം നമ്മളതിൻ്റെ മേലെ മുട്ട വെച്ച് കൊടുക്കുക. കവർ ചെയ്ത പോലെ വീണ്ടും കവർ ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. മൈദപ്പൊടി ഉണ്ടൊന്നും ആവശ്യമില്ല ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതന്നെ ഒട്ടിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എഗ് വാഷ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. 20 മിനിറ്റ്സാണ് നമുക്ക് പപ്സിന് വേണ്ടത്. എയർ ഫ്രയറിൽ വെച്ചിട്ട് 20 മിനിറ്റ്സ് ഒന്ന് അതിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ ടേസ്റ്റായിട്ടുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. പപ്സിന് കൂടുതൽ കോൾ വരുന്നത് ഒന്നെങ്കിൽ ഡ്രിങ്ക്സാണ്, അതല്ലെങ്കിൽ കട്ടൻ ചായയാണ്. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പപ്സ് കഴിച്ചത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F35.